Dear friends, today we are discussing the topic Central Problems of an Economy. Before discussing the central problems of an economy, we should know the reasons of the central problems. The first reason, that is, human wants are unlimited. While considering an individual, his wants are unlimited. Maybe he can satisfy his one wants, but he can't satisfy all his wants. The second reason, that is, resources are limited. We know wants are unlimited. At the same time, the resources to satisfy these wants are limited. While considering an individual or a country, the resources are limited while comparing with the unlimited wants. The next reason, that is, resources have alternative uses. For example, if we have 1 acre of land, we can use that land for agriculture purpose or for industrial purpose. If we are selecting that land for agricultural purpose, then we can cultivate paddy or wheat there. So, resources have alternative uses. The reasons of the central problems of an economy are: human wants are unlimited, resources are limited, and the resources have alternative uses. This leads to the problem of choice. Choice is an important topic in economics. ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്ര പ്രശ്നങ്ങളെ കുറിച്ചാണ്. സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്ര പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവയുടെ കാരണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. നമുക്കറിയാം, വ്യക്തികളെ എടുത്ത് പരിശോധിച്ചാൽ ഓരോ വ്യക്തിക്കും ധാരാളം ആവശ്യങ്ങൾ ഉണ്ട്. അതേസമയത്ത് ഒരു വ്യക്തിക്ക് ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ കഴിയും. പക്ഷേ അയാൾക്ക് അയാളുടെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര പ്രശ്നങ്ങൾക്കുള്ള ഒന്നാമത്തെ കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ് എന്നതാണ്. ഇനി രണ്ടാമത് വരുന്ന കാരണമാണ് വിഭവങ്ങൾ പരിമിതമാണ് എന്നത്. നമുക്കറിയാം, മനുഷ്യന് ധാരാളം ആവശ്യങ്ങളുണ്ട്. അതേസമയത്ത് ഈ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ പരിമിതമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു രാജ്യത്തെ സംബന്ധിച്ചോ ധാരാളം ആവശ്യങ്ങളുണ്ട്, പക്ഷെ അവരുടെ വിഭവങ്ങൾ പരിമിതമാണ്. മൂന്നാമത്തെ കാരണം വിഭവങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉപയോഗമുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായി, നമ്മുടെ കയ്യിൽ 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് കരുതുക. ഭൂമി ഒരു വിഭവമാണ്. ആ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉൽപാദനശാല തുടങ്ങാം. കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ അവിടെ നെല്ല് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്യാം. ഇങ്ങനെ വിഭവങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. കേന്ദ്ര പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ 3 ഒന്ന്, ആവശ്യങ്ങൾ അപരിമിതമാണ്. 2, വിഭവങ്ങൾ പരിമിതമാണ്. 3, വിഭവങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. ഈ കാരണങ്ങൾ നമ്മെ
തിരഞ്ഞെടുപ്പ് എന്നുള്ള പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. തിരഞ്ഞെടുപ്പ് എന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. Then we can discuss the central problems of an economy. While discussing these central problems, we want to keep in mind resources are limited and wants are unlimited. The first problem here we want to solve is that what to produce and in which quantity. Resources are limited, that is why we want to decide which commodity we want to produce. We can't produce all goods why our resources are limited. And after deciding what to produce, we should decide in which quantity. If we are producing one commodity more, we want to reduce the production of another one. So we want to decide in which quantity. So the first problem, that is what to produce in which quantity. അതായത് ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. വിഭവങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങൾ അപരിമിതവും. അതുകൊണ്ട് തന്നെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരുന്നു. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ പിന്നീട് വരുന്ന ചോദ്യമാണ് ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒരു വസ്തു കൂടുതലായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒന്നാമത്തെ പ്രധാന പ്രശ്നമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. The second central problem or the second question is how to produce. How to produce, this question is related with the technology of production. We can use two types of technologies for production: labor intensive technology and capital intensive technology. Labor intensive technology means if we are using more labors for production, that technology is known as labor intensive technology. At the same time, if we are using more capital or machineries for production, that technology is known as capital intensive technology. We can choose the technology of production on the basis of availability of labor and capital. രണ്ടാമത്തെ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഉൽപ്പാദനത്തിലെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്: തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യയും മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. നമ്മൾ ഉൽപ്പാദനത്തിനായി കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സാങ്കേതിക വിദ്യയെ തൊഴിൽ തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നു. അതേസമയം ഉൽപ്പാദനത്തിനായി കൂടുതൽ മൂലധനവും യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സാങ്കേതിക വിദ്യയെ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നു. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഓരോ രാജ്യത്തെയും മൂലധനത്തിൻ്റെയും തൊഴിലാളികളുടെയും അളവിനെ അല്ലെങ്കിൽ ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. Then next problem or next question is for whom to produce.
For whom to produce? This question is related with the distribution of national product or national income. For whom to produce means distribution of national product or national income among different factors of production which are contributed to the production of goods. Here, factors of production means land, labor, capital and organization. Their rewards are known as rent, wage, interest and profit. So here for whom to produce means distribution of national product or national income among four factors of production in the form of rent, wage, interest and profit. ഇവിടെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യം വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അഥവാ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ദേശീയ വരുമാനം എങ്ങനെ ഉൽപ്പാദനത്തിന് സഹായിച്ചിട്ടുള്ള ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് വീതിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പാദനത്തിന് സഹായിച്ച ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ പാട്ടം, കൂലി, പലിശ, ലാഭം ഈ രൂപത്തിൽ എങ്ങനെ വരുമാനം വിതരണം ചെയ്യാം എന്നുള്ളതാണ് വിതരണം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് പ്രധാനമായിട്ട് 3 ചോദ്യങ്ങളാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഇൻ വിച്ച് ക്വാണ്ടിറ്റി, എന്തുൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ആൻഡ് തേർഡ് വൺ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഈ 3 പ്രശ്നങ്ങളാണ് ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നമുക്കതിനെ മറ്റൊരു രീതിയിൽ പറയാം, പ്രധാനമായിട്ട് അലോക്കേഷൻ പ്രോബ്ലം, വിതരണ പ്രശ്നം, ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പൂർണ്ണമായ വിനിയോഗം, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ച, ഇവയാണ് ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന കേന്ദ്ര പ്രശ്നങ്ങൾ. Here, the central economics problems are allocation problem, full utilization problem and growth of resources. This causes the 3 questions: what to produce, how to produce, for whom to produce. These are coming under allocation problem. ഇത്രയുമാണ് കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഒരു വർക്ക് നിങ്ങൾക്ക് തരികയാണ്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കി കയ്യിൽ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.